കാശില്ല, സമ്പത്തില്ലല്ലോ, എൻ്റെ കയ്യിൽ വരുമാനമില്ലല്ലോ എന്ന് വിചാരിച്ച്, ജീവിക്കാൻ വകയില്ലെന്ന് വിചാരിച്ച് മനസ്സ് വേദനിക്കുന്നവരുണ്ടെങ്കിൽ ഹബീബായ നബിയുടെ ഹദീസ് ഒന്ന് കേട്ടോളൂ. അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. എനിക്ക് ബൈക്കില്ലല്ലോ, എനിക്ക് സ്കൂട്ടർ ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ എൻഫീൽഡ് ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ കാറില്ലല്ലോ, വാഹനമില്ലല്ലോ, എനിക്ക് വീടായിട്ടില്ലല്ലോ, എനിക്ക് വരുമാനമായില്ലല്ലോ, ജോലി ഇപ്പോഴും ശരിയായില്ലല്ലോ. ഇതിനൊക്കെ മനുഷ്യന്മാർ പരാതി പറയും. ഓരോരുത്തർക്കും അവനവന്റെ വിഷയം വലുതാണ്, അല്ലേ? ഓരോരുത്തർക്കും അവനവന്റെ വിഷയം വലുതാണ്. ഓരോരുത്തരും ചെറിയൊരു വിരലിന് ചെറിയൊരു മുറിവ്, നഖം മുറിക്കുമെന്ന് കയറി കട്ടറുണ്ട് മുറിച്ചു എന്ന് വിചാരിക്കാം, ആ വേദന അയാൾക്ക് വലുതാണ്. ഇപ്പുറത്ത് വിരൽ മുറിഞ്ഞ ആളുണ്ടാവും, ഇല്ലേ? പക്ഷെ നമ്മുടെ ആ ഒരു വിരലിനേറ്റ ചെറിയൊരു മുറിവ് നമുക്ക് വലിയ മുറിവാണ്. ഓരോരുത്തർക്കും അങ്ങനെയാണ്. പുണ്യനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലേ? ഹബീബ് നൽകുന്ന മനുഷ്യ മനസ്സുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ വാക്കുകളല്ലേ ഹബീബിൻ്റെത്. ആരാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ഉമ്മത്തിന് ഖൈറായ ഒന്നും ഹബീബായ നബി പറയാതെ പോയില്ല. നമുക്ക് ഷർറായതൊന്നും നബി തങ്ങൾ നമ്മളെ ഉണർത്താതെയും പോയില്ല. അവിടുന്ന് പറയട്ടെ, അർബഉൻ ഇദാ കുന്ന ഫീക. കാശില്ലെന്ന് പറഞ്ഞോ, സമ്പത്തില്ലെന്ന് പറഞ്ഞോ, പൈസ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞോ, എനിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞോ, ആരോഗ്യമില്ലെന്ന് പറഞ്ഞോ, നിങ്ങൾ പരാതി പറയില്ല. 4 കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മുതലാളിയാണ്. അർബഉൻ, 4 കാര്യം. ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. നിന്റെ കൂട്ടുകാരൻ ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, നിനക്ക് 5 പൈസ പോലും ഒരു ദിവസം വരുമാനമില്ലാതിരിക്കാം, നിന്റെ കയ്യിൽ വന്നില്ലായിരിക്കാം, നിന്റെ കാശ് നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം, കുടുംബജീവിതത്തിൽ റാഹത്തില്ല എന്ന് വന്നേക്കാം, ഭാര്യ അനുസരിക്കാത്തവളായി മാറിയേക്കാം, നിങ്ങളുടെ മക്കള് നിങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരായി മാറിയേക്കാം. എന്തു തന്നെ ആയാലും ദുന്യാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അത് നഷ്ടമല്ല. 4 നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ, ഒന്ന് ഹിഫ്ളു അമാന. ഒരാള് നിങ്ങളെ എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ വിശ്വാസ വഞ്ചന ചെയ്യാതിരിക്കും. ഷോപ്പിൽ നിങ്ങളെ ഏൽപ്പിച്ചു, ഒരു കച്ചവടം നിങ്ങളെ ഏൽപ്പിച്ചു, അത് നിങ്ങൾ വിശ്വാസ വഞ്ചന ചെയ്യല്, അവിടെ നിന്ന് കാശ് വലിക്കല്, മോഷ്ടിക്കരുത്, വിശ്വാസ വഞ്ചന ചെയ്യരുത്. ഹിഫ്ളു അമാനത്തിൻ, വിശ്വാസ വഞ്ചന ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, വസിദ്ഖു ഹദീസിൻ, സത്യമേ നിങ്ങൾ പറയൂ എങ്കിൽ, വഹുസ്നു ഖലീഖത്തിൻ, നല്ല സ്വഭാവത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, വഇഫ്ഫത്തുൻ ഫീ തുഅമത്തിൻ, ഹറാമായ ഒരു ഭക്ഷണവും നിങ്ങളുടെ വായിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെങ്കിൽ, ഈ 4 നിങ്ങളുടെ കൂടെയുണ്ടോ, നിങ്ങൾ പെട്ടിക്കട നടത്തിയാലും നിങ്ങൾ മില്യനെയറാണ്, നിങ്ങൾ ബില്യനെയറാണ്. എന്തേ? നിങ്ങൾ സത്യസന്ധനാണ്, സത്യമേ പറയുന്നുള്ളൂ, നിങ്ങൾ സൽസ്വഭാവിയാണ്, നിങ്ങൾ മയക്കുമരുന്നോ ലഹരിയോ മദ്യപാനമോ ഉപയോഗിക്കുന്നവരല്ല, ആര് ഫ്രീ ആയി തന്നാൽ പോലും അത് ഉപയോഗിക്കുന്നവരല്ല എങ്കിൽ, നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം ഹുസ്നു ഖലീഖത്തിൻ, ഒരാളോട് ഏത് മനുഷ്യനോടും നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നാവ് കൊണ്ട് സത്യം മാത്രമേ നിങ്ങൾ പറയൂ എങ്കിൽ, നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റും നിങ്ങളെ എന്നാളുകൾക്ക് പറയാൻ പറ്റുമെങ്കിൽ, ലാ ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. കാറില്ല എന്ന് വിചാരിച്ച്, വീടില്ല എന്ന് വിചാരിച്ച്, വരുമാനമില്ലെന്ന് വിചാരിച്ച്, ഇല്ലായ്മകൾ പറഞ്ഞ് നിങ്ങൾ നടക്കല്ലേ സഹോദര സഹോദരി. അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ദുന്യാവ് മുഴുവനും കിട്ടിയാൽ ഇത് തന്നെ കിട്ടാനുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ ഇത്? വലിയ പണക്കാരനാന്ന് വിചാരിക്കുക, പക്ഷെ ആള് മയക്കുമരുന്നിന് അടിമയാണ്. ആരയാളെ നോക്കും? അയാളെ പോലുള്ള ആളുകളല്ലാതെ വലിയ മുതലാളിയാണ്. അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞ പോലെ ഒരുപാട് ആളുകളെ വഞ്ചിച്ചതാണ്. വഞ്ചന ഡെലിബറേറ്റ്, പരസ്പരം ബഹുമാനത്തിലും വിശ്വാസത്തിലും ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരാൾ വഞ്ചിച്ചു എന്ന് വിചാരിക്കുക, എത്ര വലിയ അപകടമാണ്. കച്ചവടങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടും, ചില കച്ചവടങ്ങൾ പരാജയപ്പെടും. എത്ര പരിശ്രമിച്ചാലും ഏതൊക്കെ നിങ്ങൾ അധ്വാനിച്ചാലും അള്ളാഹുവിന്റെ ഖളാ ഇല്ലെങ്കിൽ ചിലത് നഷ്ടപ്പെടും. പക്ഷെ അങ്ങനെയല്ല, ഒരു മനുഷ്യൻ മനഃപൂർവ്വം വഞ്ചിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ മനുഷ്യൻ എത്ര കാശുണ്ടാക്കിയിട്ടെന്ന് ആളുകൾ പറയില്ലേ, അത് പറ്റിച്ചുണ്ടാക്കിയതല്ലേ, തീർന്നോ? അയാൾക്ക് എന്ത് അഭിമാനം.
വലിയ മുതലാളിയാണ്, ആള് പച്ച നുണയെ നാവ് കൊണ്ട് പറയൂ, വല്ല വിലയുണ്ടോ? മനുഷ്യന്മാരോട് ആൾ വലിയ മുതലാളിയാണ്. ഒരു പാവപ്പെട്ടവനെയോ കൂടെ പഠിച്ചവനെയോ അയൽവാസിയെ കുടുംബ ബന്ധുവിനെ പോലും ഒന്ന് മാന്യമായി സംസാരിക്കാനോ പെരുമാറാനോ അയാളെ കിട്ടൂല. അഹങ്കാരിയാണ്. ആർക്ക് വേണം അയാളുടെ കാശ്? പുണ്യനബി പറയാ, ഈ 4 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടോ, ദുന്യാവിൽ നഷ്ടപ്പെട്ടത് നഷ്ടമല്ല. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാന കാരണങ്ങളായി പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ എല്ലാവർക്കും മുതലാളിമാരാവാൻ കഴിയില്ല. എല്ലാവർക്കും എല്ലാം കിട്ടുന്ന ലോകവുമല്ല ഇത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനും സത്യസന്ധതയും വിശ്വസ്തതയും സൽസ്വഭാവവും ഹലാല് ഭക്ഷിക്കാൻ കഴിയുക, ഇതിന് മാത്രം നമുക്ക് സാധ്യമായാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.